നടനും സംവിധായകനുമായ രാജേന്ദ്രൻ അന്തരിച്ചു. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു രാജേന്ദ്രൻ. കൊല്ലം പട്ടത്താരത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. നടൻ മുകേഷിന്റെ സഹോദരി ഭർത്താവാണ്. നാടക നടനായാണ് തുടക്കം. തുടർന്ന് സിനിമയിലെത്തിയ രാജേന്ദ്രൻ 60ഓളം ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തു. ഇതിനു പുറമെ ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷൻ ചെയർമാനായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ തൃത്തല്ലൂരിലെ യങ്ങൂർ തറവാട്ടിൽ അയ്യപ്പന്റെയും സുമതിയുടെയും മകനായാണ് ജനനം. തൃത്തല്ലയൂർ UP സ്കൂളിലെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സ്കൂൾ സാഹിത്യ സമാജവുമായി ബന്ധപ്പെട്ട നാടക അവതരണങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. കലാലയ പഠനത്തിന് ശേഷം ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്ന രാജേന്ദ്രൻ 1ാം റാങ്കോടെ ബിരുദം നേടി. ഇതിനുശേഷം പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെലിവിഷൻ കോഴ്സിന് ചേർന്നു. പൂനെയിലെ പഠനത്തിന് ശേഷം നാട്ടിലെത്തിയ സന്ദർഭത്തിലാണ് മാധവന്റെ മകളും മുകേഷിന്റെ സഹോദരിയുമായ സന്ധ്യ രാജേന്ദ്രനെ പരിചയപ്പെടുന്നതും തുടർന്ന് ഇരുവരും വിവാഹിതരാകുന്നതും. അക്കാലത്ത് സന്ധ്യ തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥിയായിരുന്നു. വിവാഹശേഷം കൊല്ലത്തെത്തിയ രാജേന്ദ്രൻ ഭാര്യാപിതാവായ മാധവന്റെ ഉടമസ്ഥതയിലുള്ള കാളിദാസ കലാകേന്ദ്രം എന്ന നാടക സമിതിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. നാടകകൃത്തായ ജോസ് ചെറമലിന്റെ സഹായത്തോടെ രാജേന്ദ്രൻ തന്നെ ഒരു റഷ്യൻ നോവൽ നാടകമാക്കി. 1987 ഏറ്റവും മികച്ച നാടകത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ഈ നാടകം നേടുകയുണ്ടായി. പിന്നീട് രാജേന്ദ്രൻ തന്നെയായിരുന്നു കാളിദാസ കലാകേന്ദ്രത്തിന്റെ പ്രധാന ചുമതലക്കാരൻ. തുടർന്ന് 6-7 വർഷം രാജേന്ദ്രനും സന്ധ്യയും തന്നെയായിരുന്നു കാളിദാസ കലാകേന്ദ്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ഇക്കാലയളവിൽ സന്ധ്യയ്ക്ക് ഏറ്റവും മികച്ച നാടക നടിക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ചു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തുവന്ന രാജേന്ദ്രൻ VR ഗോപിനാഥന്റെ ഗ്രീഷ്മം എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും പിന്നീട് കുറേക്കാലം ചലച്ചിത്ര മേഖലയിൽ മറ്റവസരങ്ങളൊന്നും ഇദ്ദേഹത്തെ തേടിയെത്തിയില്ല. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തിരികെ എത്തിയത് ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലൂടെയാണ്. പിന്നീട് പ്രണയവർണ്ണങ്ങൾ, ദയാ, പട്ടാഭിഷേകം തുടങ്ങി 60ഓളം ചിത്രങ്ങളിൽ വില്ലനായും സ്വഭാവ നടനായും അഭിനയിച്ചു.